വട്ടിയൂർക്കാവിൻ്റെ ചിത്രമല്ല ആദ്യം തെളിഞ്ഞ. ഞാനിവിടെ കുറേ കാലമായിട്ട് ഫീൽഡിലുണ്ട്. ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഇന്ന് തൊട്ട് ഇറങ്ങിയിട്ടുണ്ട്. വട്ടിയൂർക്കാവിൻ്റെ ചിത്രമല്ല ആദ്യം തെളിഞ്ഞ. ഞാനിവിടെ കുറേ കാലമായിട്ട് ഫീൽഡിലുണ്ട്. ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഇന്ന് തൊട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ പ്രശാന്ത് പറഞ്ഞതേ വട്ടിയൂർക്കാവിനെ ഉപേക്ഷിച്ചിട്ട് പോയ ആളാണ് താങ്കൾ എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മേയർ സ്ഥാനവും കൗൺസിൽ സ്ഥാനവും ഉപേക്ഷിച്ചിട്ടല്ലേ പ്രശാന്ത് ഇവിടെ MLA ആയിട്ട് വന്നേ. കഴിഞ്ഞ കോവിഡ് കാലത്ത് കഴക്കൂട്ടം വാർഡിലെ ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു. പിന്നെ K രാധാകൃഷ്ണനും AM ആരിഫും എല്ലാം നിയമസഭയിൽ നിന്ന് ലോക്സഭയിൽ പോയതാണ്. രണ്ട് K മുരളീധരന് മാത്രം എന്തോ ഒരു അത്ഭുതം കാണിച്ചു എന്നുള്ള മറ്റുള്ള പ്രചരണം. അത് ആശയ ദാരിദ്ര്യത്തിൻ്റെ ഭാഗമാണ്. ഞാൻ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഒരേ ഇലക്ഷനിൽ എൻ്റെ എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ചും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. 8 വർഷം ഇവിടെ MLA ആയിരുന്നു. ഞാൻ എൻ്റെ വകയായിട്ട് ഒരു സ്ഥാപനവും തുടങ്ങിയിട്ടില്ല. എൻ്റെ പേരിലൊരു വിജിലൻസ് കേസും ഉണ്ടായിട്ടില്ല. ഞാനൊരു കണ്ണാടിയും മാളയും ഞാൻ പണിയാനും പോയിട്ടില്ല. അപ്പോൾ വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്ക് എന്നെ അറിയാം. അതുകൊണ്ട് തന്നെ മത്സരം രാഷ്ട്രീയമാണ്. അതിന് വ്യക്തിപരമായിട്ട് കാണേണ്ട ആവശ്യമില്ല. പ്രതിപക്ഷ നേതാവ് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് വിസ്മയം സംഭവിക്കുന്നു, പക്ഷെ വലിയ വിസ്മയമൊന്നും നടക്കുന്നില്ല. അല്ല, വിസ്മയങ്ങൾ നടക്കുന്നുണ്ടല്ലോ. നടക്കേണ്ട വിസ്മയം നടന്നല്ലോ. സുധാകരൻ്റെയൊക്കെ വിസ്മയം തന്നെയല്ലേ. ഓരോ സ്ഥലത്തും വിസ്മയം നടക്കുന്നുണ്ട്. അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ വിസ്മയമൊന്നും വേണ്ട. ഇനിയിപ്പോൾ 3 ആഴ്ചയേ ഉള്ളൂ. എങ്ങനെ? അല്ല, അത് തീരുമാനിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. മൂന്നാമത് പിണറായി വരുന്നുള്ളതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. സ്ഥാനാർത്ഥി ചർച്ച നടത്തേണ്ട സമയത്തായിരുന്നു പുതിയുഗ യാത്ര നടത്തിയത്. അപ്പോൾ ജാഥയിലായിരുന്നു UDF-ന്റെയും കോൺഗ്രസിന്റെയും ശ്രദ്ധ. പക്ഷേ LDF സ്ഥാനാർത്ഥികളുടെ വേഗം പൂർത്തിയാക്കി പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ലാഗ് മുന്നൊരുക്കത്തിൽ ബാധിച്ചിട്ടുണ്ടോ? ഇല്ല, അതൊന്നും ബാധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, മുൻകാലങ്ങളിൽ ഞങ്ങൾ ലേറ്റായിട്ട് പ്രഖ്യാപിച്ചിട്ട് ഞങ്ങൾ ഓടി മുമ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും പ്രശ്നമൊന്നുമല്ല. ഈ നേരത്തെ പറഞ്ഞാണ് ഈ മുതിർന്ന നേതാക്കൾ തന്നെ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന തിരുവനന്തപുരത്തൊരു പ്രശ്നം, സെൻട്രൽ സീറ്റിനെ സംബന്ധിച്ച പ്രശ്നമുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ പ്രശ്നമില്ല. അത് ഘടകകക്ഷിക്ക് കൊടുത്തു. ഞാൻ പറയേ, ഒരു മുന്നണി എന്ന് പറയുമ്പോൾ എന്താ, ഘടകകക്ഷികളെ കൂടെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകാമെന്നാണ്. ചിലപ്പോൾ പാർട്ടിയിലെ എണ്ണം കുറവാണെങ്കിലും തലപ്പൊക്കമുള്ള നേതാക്കന്മാരില്ലേ. ഇപ്പോൾ ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും മിടുക്കരായിട്ടുള്ള MP-മാരിൽ ഒരാൾ AK പ്രേമേന്ദ്രനല്ലേ. അദ്ദേഹത്തിന് ലോക്സഭയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഒരാളുള്ളൂ. പക്ഷേ അദ്ദേഹം ലോക്സഭയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. അതുപോലെ നിയമസഭയിൽ നാളെ നിറഞ്ഞു നിൽക്കേണ്ടവരാണ് CP ജോണും ദേവരായനൊക്കെ. അപ്പോൾ അവർക്ക് സീറ്റ് കൊടുക്കുമ്പോൾ അത് BJPക്ക് കൊടുക്കാനുള്ള ഒരു വ്യാഖ്യാനം നടന്നത് ശരിയല്ല. അത് മുന്നണി മര്യാദകളുടെ ലംഘനമാണ്. അത് ചെയ്യുന്ന ആര് ചെയ്താലും ശരിയല്ല. വളരെ മോശം പ്രകടനമായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ തവണയൊക്കെ. കോൺഗ്രസിന് ഒരൊറ്റ സീറ്റാണ്, 14-ൽ 1 മാത്രമാണ്, കോവളം മാത്രമാണ്. ഇത്തവണ നല്ല പ്രകടനം ഞങ്ങൾ കാഴ്ചവെക്കും. അതൊന്നും ഞാൻ പറയും. സെൻട്രൽ CMP ആണ് മത്സരിക്കുന്നത്, തീരുമാനിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ആ 2 സീറ്റും ദേവരാജന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാണ് ചാത്തന്നൂർ വിട്ടുകൊടുത്തിട്ടുള്ളത്. തിരുവനന്തപുരം സെൻട്രൽ CMPക്കാണ് വിട്ടുകൊടുത്തിട്ടുള്ളത്. ആർക്ക്? അതൊക്കെ നാളെ പട്ടിക വരുമ്പോൾ അറിയാം.